പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അതിപരിശുദ്ധവും അനുഗ്രഹവുമായ ദിവസത്തെ ഓർത്തു ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ചെറിയ പ്രാർത്ഥനയിൽ നാം ഒരുമിച്ച് ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ തിരുവചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുന്നതിന് മുമ്പ് വായിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുക. നിന്റെ സ്വന്തം വിജ്ഞാനത്തിൽ അഹങ്കരിക്കരുത്. നിന്റെ എല്ലാ വഴികളിലും നീ അവനെ സ്വീകരിക്കുക. ദൈവം നമുക്ക് തരുന്ന ഈ സന്ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം. നമ്മുടെ എല്ലാ വഴികളിലും നാം അവനെ സ്വീകരിക്കുമെന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, നാം പലപ്പോഴും നമ്മുടെ കർത്താവിനെ മറന്നു പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളിലും വേദനകളിലും ഭാരങ്ങളിലും നാം ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നമുക്ക് സന്തോഷം വരുമ്പോൾ പലപ്പോഴും ദൈവത്തോട് നന്ദി പറയാൻ നമ്മൾ മറന്നു പോകാറുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും അവനോട് പ്രാർത്ഥിച്ച് ഒന്നാം സ്ഥാനം കൊടുത്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരാഗ്രഹവും കൊതിയും നമുക്ക് നൽകട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എല്ലാ വഴികളിലും ദൈവത്തിൽ ആശ്രയിച്ചവരാരും പരാജയപ്പെട്ടു പോയിട്ടില്ല. ഓരോ വിശുദ്ധരുടെയും ജീവിതം ഇന്നും നിലകൊള്ളുന്നത് നമ്മോട് പറയുന്ന സന്ദേശം അതുതന്നെയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അരുളി ചെയ്ത തമ്പുരാന്റെ വചനങ്ങൾ ജീവിതത്തിലൂടെ നടപ്പിലാക്കി നമുക്ക് കാണിച്ചു തന്ന ഓരോ പരിശുദ്ധരും ഇന്നും ജീവിക്കുന്നതിൻ്റെ ആ സാക്ഷ്യം നമുക്ക് മനസ്സിലാകുന്നതിൻ്റെ വെളിപ്പെടുത്തൽ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും പരാജിതരാകില്ല എന്നുള്ളതാണ്. പൂർണ്ണ ഹൃദയത്തോടെ അവനിൽ വിശ്വസിച്ച് ആശ്രയിക്കുക എന്നതാണ് മറ്റൊരു ചിന്ത. എല്ലാ വഴികളിലും അവനെ സ്വീകരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ വിശ്വസിക്കുക. നാം പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ മാത്രം ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തയിൽ ആശ്രയിക്കാതെ നമ്മുടെ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് കർത്താവെ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വഴികളിലെല്ലാം അവൻ്റെ ശക്തിയും അവൻ്റെ അനുഗ്രഹീതമായ കരവും വെളിപ്പെട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായവനെ, ഞങ്ങൾക്ക് നൽകിയ ദിവ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ അഹങ്കരിക്കാതെ, ഞങ്ങളിൽ ആശ്രയിക്കാതെ, പൂർണ്ണ ഹൃദയത്തോടുകൂടെ നിന്നിൽ ആശ്രയിച്ച് വിശ്വസിച്ച് പാപം ഉപേക്ഷിച്ച് തിന്മയോട് യാത്ര പറഞ്ഞ് ബലപ്പെട്ട് ഒരു ജയജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ. വിവിധങ്ങളായ പ്രയാസങ്ങളോടും ഭാരങ്ങളോടും കൂടെ തിരുവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ ജനസമൂഹത്തിൻ്റെ മേൽ കർത്താവ് വലിയ അനുഗ്രഹത്തെ ചൊരിഞ്ഞ് ഞങ്ങളെ ബ്ലസ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, രോഗശയ്യയിൽ കിടക്കുന്നവരും വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങളും വിട്ടുമാറാത്ത മാരക രോഗങ്ങളും സങ്കടകരമായ സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിച്ച് വളർത്തുമാറാകണമേ. തമ്പുരാനെപ്പറ്റി അമ്മയുടെ മാധ്യസ്ഥതയാൽ സകല സ്ത്രീഹന്മാരുടെ പ്രാർത്ഥനയാൽ മർദ്ദമാശ്രീഹായുടെയും മർദ്ദാസേലിയോസ് ബാവായുടെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിലേറെ അനുഗ്രഹീതമാകണമേ. ഞങ്ങൾ ശുശ്രൂഷിച്ചവരോടും ഞങ്ങളിന്ന് വാങ്ങിപ്പോയവരോട് ഒരുമിച്ച് ദൈവസന്നിധിയിലുള്ളവർക്കുള്ള പുകഴ്ചയെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും
കർത്താവേ, നീ ഞങ്ങളെ ശുദ്ധീകരണമേ എന്ന് ദൈവത്തിൽ അപേക്ഷിച്ച് വിനയത്തോടെ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ.